ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തീയൊന്നും കത്തിക്കാതെ നല്ല എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ചക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ ഒത്തിരി പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചക്കയുടെ ആ ഒരു പേസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മാങ്ങ വെച്ചിട്ടും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയും ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് നന്നായിട്ടൊന്ന് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചക്ക വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ പഴച്ചക്ക വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിതാ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുള്ള ചക്ക ഇവിടെ റെഡിയായി. ഇനി അതോടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1-ാം പാൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലും റെഡിയായി. ഇനി അതോടെ നീക്കി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഒരു സ്ലൈസും എടുത്ത് അതിൻ്റെ 4 ഭാഗങ്ങളും 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമുക്ക് ആ നടുഭാഗത്ത് ആ വൈറ്റ് കളർ മാത്രമേ വേണ്ടൂ. അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് അത് കുറച്ച് കട്ടിയുള്ള ഭാഗമല്ലേ, അതുകൊണ്ട് ആ ഭാഗം നമുക്ക് എടുക്കണ്ട. അതില്ലാതെയാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ബ്രെഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് ബ്രെഡ് എടുക്കാം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു ചില്ലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് തേങ്ങാപ്പാലിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് അത് ഈ ഒരു ചില്ല് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചക്കയുടെ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മാങ്ങ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ചക്കയ്ക്ക് പകരം മാങ്ങ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വേണ്ടത് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ കുറച്ച് ബദാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്നട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏത് ഡ്രൈ ഫ്രൂട്ടാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നട്ട്സ് ആണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബദാമും ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് തേങ്ങാപ്പാലിൽ നല്ലതുപോലെ മുക്കി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സമയത്തും നമുക്ക് ആ ബ്രെഡിന് മുകളിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ കുതിർന്ന് വരും. അതിനുശേഷം അതിന് മുകളിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ചക്കയുടെ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുള്ള പാത്രം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു 3 ലെയറായിട്ടാണ് വരുന്നത്. 2 ലെയറിൽ നമ്മൾ ചക്കയുടെ മിക്സ് വെച്ചു. പിന്നെ ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു ബ്രെഡ് തേങ്ങാപ്പാലിൽ മുക്കി മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ബ്രെഡ് എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾ വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മിക്സും ബ്രെഡ് സ്ലൈസൊക്കെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഫില്ലാവുന്ന വിധത്തിൽ വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസും എടുത്ത് തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ സൈഡൊക്കെ നല്ല ഫില്ലാക്കി വെച്ചു. പിന്നെ മുകളിലായിട്ട് ഞാൻ തേങ്ങാപ്പാൽ കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ കുതിർന്ന് വരും താഴേക്കൊക്കെ ഇറങ്ങിയിട്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ ചക്കയുടെ മിക്സ് കൊണ്ട് ജസ്റ്റ് അതിന് മുകളിലൊന്ന് സൈഡ് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബദാം ഞാനതെന്താ ഇതുപോലെ ഇങ്ങനെ ആ ഒരു ചക്കയുടെ മിക്സിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ഭംഗിക്കും അതുപോലെ കഴിക്കാൻ ഒരു ടേസ്റ്റിനുമായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചക്കര മിക്സ് ഇട്ടിട്ട് അതിന് മുകളിൽ നട്ട്സ് ഇട്ടാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ സെറ്റ് ചെയ്ത് അപ്പം തന്നെ കഴിക്കരുത് കേട്ടോ. ഇതൊരു മൂടി വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 20-25 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം ഇതെടുത്ത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ്. കാരണം ആ ഒരു കുതിർന്ന അപ്പം തന്നെ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് മീതിയായിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ആ പുഡിങ് എടുത്തു. ഇനി അത് എളുപ്പത്തിന് എടുക്കാൻ ഒരു പാകത്തിന് ഞാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല, കാരണം നന്നായിട്ട് കുതിർന്നിട്ടല്ലേ ഇരിക്കുന്നത് ബ്രെഡൊക്കെ.
അപ്പോൾ അതുപോലെ പീസായിട്ട് നമുക്ക് കിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ പുഡിങ് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ആ ഒരു ലെയറുകളൊക്കെ കാണാനുണ്ട്, ചക്കയുടെ മിക്സും അതുപോലെ ബ്രെഡിൻ്റെ ആ ഒരു സ്ലൈസൊക്കെ ആയിട്ട് എല്ലാം നല്ല സെറ്റായിട്ടായിരിക്കുന്നത്, നല്ല കട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു വായ്ക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലുണ്ടാക്കി, കുറേ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് എമൗണ്ട് ഉണ്ടാക്കി കഴിച്ച് സൂപ്പറാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. കാരണം നല്ല മധുരവും ആ ഒരു ചക്കയുടെ ഫ്ലേവറും നട്ട്സൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ കുതിർന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. തണുപ്പിച്ചിട്ട് കഴിക്കണം കേട്ടോ, അതാണ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്